റോയ് ജി പി റേറ്റിംഗ് ചെയ്ത ജോബ് ഉറപ്പായിട്ടും റോയ് ജി പി റേറ്റിംഗ് സ്പോൺസർഷിപ്പിന് പറ്റിയ കോളേജാണ്. അതെ ഗൈസ്, ഇതിനെല്ലാത്തിനുമായിട്ടുള്ള ഒരു ഉത്തരവായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സോ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ വീഡിയോയിലോട്ട് പോകാം. സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എന്റെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഇതുപോലുള്ള മർച്ചന്റ് നേവി റിലേറ്റഡ് യൂസ്ഫുൾ കണ്ടന്റിന് വേണ്ടിയിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ആൻഡ് ഇത് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്ന മറ്റൊരാൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. സോ ഗൈസ്, എൻ്റെ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു മുഴുവൻ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. സോ മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വെൽക്കം ബാക്ക് ഗൈസ്, ഞാൻ നിങ്ങളുടെ ശ്രീജിത്ത്. അതെ, ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ച കുറച്ച് ഡൗട്ട്സിനെ ക്ലാരിഫൈ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. എല്ലാവരുടെയും സംശയം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 10th ക്വാളിഫിക്കേഷൻ മാത്രം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ +2 സയൻസ് ഇല്ലാത്തവർക്ക് എങ്ങനെയാണ് മെർച്ചന്റ് നേവിയിൽ ജോയിൻ ചെയ്യാൻ പറ്റുക? ഇനിയിപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തന്നെ അവർക്ക് ഓഫീസറോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറോ ആവാൻ സാധിക്കുമോ? ഇനി സാധിക്കുമെങ്കിൽ അത് എങ്ങനെയാണ്, അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിന്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരുപാട് പേർക്ക് സംശയമുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതെ, നിങ്ങൾക്ക് +2 സയൻസ് ഇല്ലാതെ തന്നെ മറ്റ് ഏതൊരു സ്ട്രീമിൽ ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ട് അതുപോലെ തന്നെ ജസ്റ്റ് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മെർച്ചന്റ് നേവിയിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഓഫീസറോ അല്ലെങ്കിൽ എഞ്ചിനീയറോ ആയി ഒരു ക്യാപ്റ്റൻ അല്ലെങ്കിൽ ചീഫ് എഞ്ചിനീയർ എന്ന ലെവലിൽ വരെ എത്താനും സാധിക്കുന്നതാണ്. സോ ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രീസി ട്രെയിനിങ് പ്രോഗ്രാം ആണ് GP റേറ്റിംഗ് അഥവാ ജനറൽ പർപ്പസ് റേറ്റിംഗ് എന്നത്. സോ അതിനൊക്കെ മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ നിങ്ങൾ മെർച്ചന്റ് നേവിയിൽ ഒരു ഓഫീസറോ അല്ലെങ്കിൽ എഞ്ചിനീയറോ ആവാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷൻ 10th കഴിഞ്ഞതിന് ശേഷം +2 ഏതെങ്കിലും ഒരു സയൻസ് സ്ട്രീം തിരഞ്ഞെടുത്ത് അതിനുശേഷം നിങ്ങൾക്ക് മെർച്ചന്റ് നേവി റിലേറ്റഡ് ആയിട്ടുള്ള DNS ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് അല്ലെങ്കിൽ BSc ഇൻ നോട്ടിക്കൽ സയൻസ്, ഈ 2 കോഴ്സുകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്ത് ഡയറക്റ്റ് ആയിട്ട് ഓഫീസറായിട്ട് പ്ലേസ്ഡ് ആവാൻ പറ്റുന്നതാണ്. സോ നിങ്ങൾക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇനിയിപ്പോൾ +2 കഴിഞ്ഞവർ ഒരുപാട് പേര് മെർച്ചന്റ് നേവിയിലേക്ക് ട്രൈ ചെയ്യുന്നുണ്ടാവും. അവർ ഓൾറെഡി +2 ചെയ്ത് കഴിഞ്ഞു, സയൻസ് ആയിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ അല്ലെങ്കിൽ ജസ്റ്റ് 10ാം ക്ലാസ് 10th ക്വാളിഫിക്കേഷൻ മാത്രമുള്ളവർ, ഇനി അതുമല്ല ഇപ്പോൾ 10th കഴിഞ്ഞതിന് ശേഷം +2 ചൂസ് ചെയ്യാതെ ഒരു ITI പോലുള്ള കോഴ്സുകൾ ചെയ്തവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ മെർച്ചന്റ് നേവിയിലേക്ക് വരാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് GP റേറ്റിംഗ് തന്നെയാണ്. സോ ഇനി ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. സോ വാട്ട് ഈസ് GP റേറ്റിംഗ്, എന്താണ് GP റേറ്റിംഗ് എന്നുള്ളതിനെ കുറിച്ച് പറയാം. സോ മെർച്ചന്റ് നേവിയിലേക്കുള്ള ഒരു 6 months പ്രീസി ട്രെയിനിങ് പ്രോഗ്രാം ആണ് GP റേറ്റിംഗ്. ഇനി GP റേറ്റിംഗ് കഴിഞ്ഞാൽ അടുത്തത് എന്ത്? ഷിപ്പിലെ 2 മേജർ ഡിപ്പാർട്ട്മെന്റ്സ് ആയ ഡെക്ക് ആൻഡ് എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റ്സ്, ഈ 2 ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് ഒരു ക്രൂ ലെവൽ പൊസിഷനിലേക്ക് ജോയിൻ ചെയ്യുകയായിരിക്കും നിങ്ങൾ അടുത്തത് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ GP റേറ്റിംഗ് കോഴ്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഷിപ്പിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഡിസൈഡ് ചെയ്യണം ഇനി നിങ്ങൾക്ക് ഡെക്ക് ഡിപ്പാർട്ട്മെന്റ് വേണോ അതോ എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റ് ആണോ വേണ്ടത് എന്ന്. അതായത് നിങ്ങൾക്ക് ഒരു നാവിഗേഷണൽ ഓഫീസർ ആണോ ആവേണ്ടത് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആണോ ആവേണ്ടത് എന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഡിസൈഡ് ചെയ്തിട്ട് വേണം ജോയിൻ ചെയ്യാനായിട്ട്. ഇഫ് യു ചൂസ് ഡെക്ക് ഡിപ്പാർട്ട്മെന്റ്, നിങ്ങൾക്ക് ഭാവിയിൽ ഒരു നാവിഗേഷണൽ ഓഫീസറായി അതിനുശേഷം പ്രൊമോഷൻ എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു ക്യാപ്റ്റൻ വരെ ആവാനുള്ള സാധ്യതയുണ്ട്. ഓർ ഇഫ് യു ആർ ചൂസിങ് എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റ്, നിങ്ങൾക്ക് ഭാവിയിൽ ഒരു മറൈൻ എഞ്ചിനീയറായി ചീഫ് എഞ്ചിനീയർ എന്ന തലത്തിൽ വരെ എത്താൻ ഉള്ള സാധ്യതയുണ്ട്. സോ നിങ്ങൾ GP റേറ്റിംഗ് കോഴ്സ് ഒക്കെ കഴിഞ്ഞു, നിങ്ങൾ ഷിപ്പിൽ ജോയിൻ ചെയ്തു. ഇനി ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഓഫീസർ തലത്തിലോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ തലത്തിലേക്കോ എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ അതിനു മുമ്പ് GP റേറ്റിംഗ് എന്ന കോഴ്സും അതിനുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളും അതിന്റെ എലിജിബിലിറ്റി ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ കോഴ്സ് ചെയ്യാനായിട്ട് ആവശ്യം 2 ലക്ഷം മുതൽ 4.5 ലക്ഷം വരെ കോഴ്സ് ഫീ ആണ് നിങ്ങൾക്ക് ഇതിനായിട്ട് ആവശ്യം വരിക. അത് നിങ്ങൾക്ക് ഇറ്റ് വിൽ ഡിപെൻഡ്സ് ഓൺ മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വിച്ച് യു ആർ ചൂസിങ്. സോ ഇനി ഇത്രത്തോളം വലിയ ഫീസ് എമൗണ്ട് ഒക്കെ പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കാത്തവരൊക്കെ ആണെങ്കിൽ പേടിക്കേണ്ട, നിങ്ങൾക്ക് പല ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളും എഡ്യൂക്കേഷൻ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്ത് അവിടെ എഡ്യൂക്കേഷൻ ലോൺ അവൈലബിൾ ആണെങ്കിൽ അതുവഴി നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. സോ ഇനി നമുക്ക് നോക്കാം എങ്ങനെ കോഴ്സ് ചെയ്യാം, എവിടെ ചെയ്യാം, നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്, എങ്ങനെ ജോബിലേക്ക് എത്തിപ്പെടാം, എങ്ങനെ ഒരു ഓഫീസറോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറോ ആവാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് GP റേറ്റിംഗ് കോഴ്സ് ചെയ്യാൻ ആവശ്യമായിട്ട് വരുന്ന എലിജിബിലിറ്റി ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. സോ എലിജിബിലിറ്റീസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ഓരോ സ്റ്റുഡൻസും 10th 40% അഗ്രിഗേറ്റോടെ പാസ്സായിരിക്കണം. അതിൽ ഇംഗ്ലീഷിന് 40% എബോവ് മാർക്ക് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ +2 നിങ്ങൾക്ക് ഏതൊരു സ്ട്രീം ആയിക്കോട്ടെ, സയൻസ് ആവശ്യമായിട്ട് വരുന്നില്ല, ഏതൊരു സ്ട്രീം ഉള്ളവരാണെങ്കിലും, ഇനി സയൻസ് തന്നെയാണെങ്കിലും കുഴപ്പമില്ല, ഏതൊരു സ്ട്രീം ആണെങ്കിലും അതിൽ നിങ്ങൾക്ക്
40% എബോവ് മാർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇംഗ്ലീഷിലും 40% എബോവ് മാർക്ക് ഉണ്ടായിരിക്കണം, സെയിം ആസ് 10th. ഇനി 10th പ്ലസ് ടു ഇത് രണ്ടും അല്ലാതെ തന്നെ IT പോലുള്ള കോഴ്സ് ചെയ്തവർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അവർക്ക് വേണ്ടിയുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ DEVT അല്ലെങ്കിൽ NCVT അപ്രൂവ്ഡ് ആയിട്ടുള്ള 2 വർഷത്തെ ITI കോഴ്സ് ചെയ്തവരാണെങ്കിൽ ഫൈനൽ ഇയറിൽ 40% കൂടുതൽ മാർക്ക് ഉണ്ടായിരിക്കണം. സോ ഈ പറഞ്ഞ ക്രൈറ്റീരിയസ് എല്ലാം കൊണ്ട് എലിജിബിൾ ആയിട്ടുള്ള ആർക്കും GP റേറ്റിംഗ് എന്ന കോഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ എലിജിബിലിറ്റി എല്ലാം ഉറപ്പുവരുത്തിയതിനു ശേഷം അടുത്തതായിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളത്. ചൂസ് ദ റൈറ്റ് കോളേജ്. DG ഷിപ്പിംഗ് അപ്രൂവ്ഡ് ആയിട്ടുള്ള 100% പ്ലേസ്മെന്റ്സ് ഉറപ്പു തരുന്ന നല്ലൊരു മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളത്. സോ ഇന്ന് ഇന്ത്യ ഒട്ടാകെ ഒരുപാട് മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട്സുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഒട്ടുമിക്ക ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളും DG അപ്രൂവ്ഡുമാണ്. എങ്കിലും എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഒരിക്കലും 100% പ്ലേസ്മെന്റ്സ് ഉറപ്പു തരുന്നില്ല. ഇനി അഥവാ 100% പ്ലേസ്മെന്റ് ഉറപ്പ് തരുന്ന കോളേജ് ആണെങ്കിലും അവിടെ ക്യാമ്പസ് സെലക്ഷൻ അങ്ങനെയുള്ള പ്രോസസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പൊ അതിനെല്ലാം ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് പ്ലേസ്മെന്റ് കിട്ടാൻ പോകുന്നത്. സോ അതിനും നിങ്ങൾക്ക് ഒരുപാട് പെർഫോമൻസ് ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും അവിടെയും നിങ്ങൾക്ക് പ്ലേസ്മെന്റ്സ് കിട്ടാൻ പോകുന്നത്. സോ ജസ്റ്റ് നിങ്ങൾ ഏതെങ്കിലും ഒരു കോളേജിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് കോഴ്സ് ചെയ്തു എന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ജോബ് കിട്ടണം എന്നുമില്ല. സോ മാക്സിമം പ്ലേസ്മെന്റ്സ് എല്ലാം തരുന്ന പ്രീസി ട്രെയിനിങ് കോഴ്സുകളെല്ലാം പഠിക്കാൻ ഉചിതമായിട്ടുള്ള മാരിടൈം ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളെല്ലാം അവരുടേതായിട്ടുള്ള എൻട്രൻസ് എക്സാമുകൾ നടത്തുന്നതായിരിക്കും. സോ നിങ്ങൾ അങ്ങനെയുള്ള കോളേജ് തിരഞ്ഞെടുത്ത് നിങ്ങൾ മാക്സിമം എൻട്രൻസ് എക്സാം എല്ലാം ക്ലിയർ ചെയ്ത് ഇന്റർവ്യൂ റൗണ്ട് എല്ലാം ക്ലിയർ ചെയ്ത് അതിനുശേഷം മാത്രം നിങ്ങൾ കോഴ്സ് ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കുക. ഇപ്പൊ പലരും എൻട്രൻസ് എല്ലാം ട്രൈ ചെയ്ത് ക്ലിയർ ചെയ്യാൻ പറ്റാതെ കോഴ്സ് ചെയ്യാൻ പറ്റാതെ പോയിട്ട് ഒരുപാട് പേരുണ്ടാവും. അങ്ങനെയുള്ളവർ ചിലർ ചിന്തിക്കുന്നുണ്ടാവും ഏതെങ്കിലും ഒരു കോളേജിൽ പോയിട്ട് എങ്ങനെയെങ്കിലും ഈ കോഴ്സ് ഒന്ന് ചെയ്തതിന് ശേഷം ജോയിൻ ചെയ്യാം, എങ്ങനെയൊക്കെ ജോയിൻ ചെയ്യാം എന്നുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് ചെയ്തതിന് ശേഷം ഒരുപാട് നിങ്ങൾ ബുദ്ധിമുട്ടേണ്ടി വരും. സോ ഒരുപാട് പൈസ നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലവാകും. അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ ഫീൽഡിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ഫ്രോഡ് പരിപാടികളൊക്കെ നടക്കുന്ന ഒരു ഫീൽഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ മെർച്ചന്റ് നേവി എന്ന് പറയുന്നത്. സോ നിങ്ങൾ അങ്ങനെയുള്ള ഒരു വഴി തിരഞ്ഞെടുക്കാതിരിക്കുക. നിങ്ങൾ മാക്സിമം പ്ലേസ്മെന്റും കാര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തുന്ന നല്ല എൻട്രൻസ് എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾ കോഴ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആസ് പെർ മൈ ഒപ്പീനിയൻ, സം ഓഫ് ദ ബെസ്റ്റ് കോളേജ് ഫോർ GP റേറ്റിംഗ് ഈസ് Great Eastern Institute of Maritime Studies, Seven Island Maritime Academy, TS Rahman, NUSI Goa, SCI Maritime Training Institute. ഇങ്ങനെയുള്ള കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഞാൻ പറയുന്നത് വെച്ച് കുറച്ച് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. ഇതിന് കൂടുതലും നല്ല കോളേജുകളുണ്ട് പ്ലേസ്മെന്റ് കൊടുക്കുന്നത്. സോ നിങ്ങൾക്ക് അതെല്ലാം പുറമെ വീണ്ടും അന്വേഷിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നിങ്ങൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയസ് എല്ലാം ഉറപ്പുവരുത്തി നിങ്ങൾ നല്ലൊരു കോളേജ് കണ്ടുപിടിച്ചു. ഇനി അടുത്ത് നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ പ്രിപ്പയർ ഫോർ എൻട്രൻസ് എക്സാം ആൻഡ് ഇന്റർവ്യൂ. കോഴ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരുപാട് പേര് ഫെയിലായി പോകുന്ന ഒരു റൗണ്ടാണ് എൻട്രൻസ് അല്ലെങ്കിൽ ഈ ഇന്റർവ്യൂ സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം ഇതിനു വേണ്ടിയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ മാക്സിമം പ്രിപ്പയർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. സോ നല്ലൊരു കോളേജിൽ പ്ലേസ്മെന്റോട് കൂടി നിങ്ങൾക്ക് പഠിക്കണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു എൻട്രൻസ് എക്സാം അല്ലെങ്കിൽ ഇന്റർവ്യൂ ഇതെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ സെവൻ ഐലാൻഡ്, ഗ്രേറ്റ് ഈസ്റ്റേൺ മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെയുള്ള കോളേജുകളൊക്കെ അവർക്ക് സ്വന്തമായിട്ട് ഷിപ്പിംഗ് കമ്പനി ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ അഡ്മിഷൻ പ്രോസസ്സിനൊപ്പം തന്നെ സ്പോൺസർഷിപ്പ് എക്സാംസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ്. അപ്പോൾ അതും നിങ്ങൾ മാക്സിമം ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ജോബ് കിട്ടാനുള്ള ഏറ്റവും ഗ്യാരണ്ടി വളരെ കൂടുതലായിരിക്കും, നിങ്ങൾക്ക് ചാൻസസ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതെല്ലാം മാക്സിമം ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയുള്ള കോളേജസ് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക. സോ നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ കോളേജിൽ അഡ്മിഷൻ കിട്ടാനായിട്ട് നിങ്ങൾക്ക് അടുത്തത് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതാണ് ക്ലിയർ ദ മെഡിക്കൽ എക്സാമിനേഷൻ. നിങ്ങൾക്ക് DG അപ്രൂവ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ എക്സാമിനേഷൻ ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും. അതിന് നിങ്ങൾ മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം. അപ്പോൾ ആ കാര്യങ്ങളും കൂടെ ഇതിനടുത്തതായിട്ടൊരു സ്റ്റെപ്പാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് GP റേറ്റിംഗ് കോഴ്സ് ചെയ്യാനും അതിനുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ഇനി അടുത്തത് നിങ്ങൾ ഒരു ഓഫീസറോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറോ എങ്ങനെയാണ് ആവുക. ഇനി ജോയിൻ ചെയ്തതിന് ശേഷം ഇത്രയും കോഴ്സൊക്കെ ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾ ഷിപ്പിൽ ജോയിൻ ചെയ്തു. ഈ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ എങ്ങനെയാണ് ഒരു ഓഫീസർ, നാവിഗേഷൻ ഓഫീസർ അല്ലെങ്കിൽ ഒരു മറൈൻ എഞ്ചിനീയർ ആവുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അടുത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം.
സോ നിങ്ങൾ ജോയിൻ ചെയ്തതിന് ശേഷം, ഷിപ്പിൽ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് 6 മാസം എക്സ്പീരിയൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്, സീ ടൈം എടുക്കേണ്ടതായിട്ടുണ്ട്. ആ സീ ടൈം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വാച്ച് കീപ്പിംഗ് സർട്ടിഫിക്കറ്റ്സ് കിട്ടുന്നതായിരിക്കും. സോ അങ്ങനെ നിങ്ങൾ 6 മാസത്തെ ഈ ഒരു സീ ടൈം ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് വാച്ച് കീപ്പിംഗ് ഒക്കെ എടുത്തു. അതിനുശേഷം നിങ്ങൾക്ക് ടോട്ടൽ ആയിട്ട് 36 മന്ത്സിന്റെ എക്സ്പീരിയൻസ് ആവശ്യമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ഓഫീസർ ലെവലിലേക്കോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ലെവലിലേക്കോ COCക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഗൈസ് നിങ്ങൾക്ക് GP റേറ്റിംഗ് കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഓഫീസർ ലെവലിലേക്ക് എത്താനും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ എനിക്ക് പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ, എനിക്ക് അറിയാവുന്ന മാക്സിമം കാര്യങ്ങൾ, ഡൗട്ട് എല്ലാം ഞാൻ ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്ന മറ്റൊരാൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.